ഈ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഓരോ ദിവസവും ഷോർട്ടായി ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ ആ 7 ദിവസത്തെയും റെസിപ്പി ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് ഏകദേശം 1.5 മുതൽ 2 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കെയിലിൽ വെയിറ്റ് പെട്ടെന്ന് കുറയുമ്പോഴും അത് മുഴുവൻ ബോഡി ഫാറ്റ് കുറയുകയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. വെയിറ്റ് ലോസിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജൻ സ്റ്റോഴ്സിലും അതിനോട് ബന്ധപ്പെട്ട വാട്ടറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ സ്കെയിലിൽ നമ്മുടെ വെയിറ്റ് കുറച്ച് വേഗത്തിൽ താഴാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്തേക്ക് 1-2 കിലോ സഡൻ 1 വീക്ക് കൊണ്ടൊക്കെ റെഡ്യൂസ് ചെയ്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ വെയിറ്റ് ഡ്രോപ്പ് കണ്ടിട്ട് ഇത്രയും ഫാറ്റ് കുറഞ്ഞു എന്ന് കരുതുന്നത് ശരിയല്ല കേട്ടോ. ആക്ച്വലി ബോഡി ഫാറ്റ് കുറയാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഫാറ്റ് കുറയാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് എന്നത് ഒരു 2 ആഴ്ചത്തെ ക്വിക്ക് ഫിക്സ് ആയിട്ട് കാണാതെ നമ്മുടെ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലും ഹാബിറ്റിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സായി കാണാനാണ് നല്ലത്. ഈ 7 ദിവസത്തിൽ ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഡയറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഫുഡ് തന്നെയാണ്. പക്ഷേ പോർഷനും പ്രോട്ടീൻ, ഫൈബർ, വെജിറ്റബിൾസ് എന്നിവയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചാണ് മീൽസ് ഞാൻ തിരഞ്ഞെടുത്തത്. കാർബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്നത് കൊണ്ട് റൈസ്, ദോശ, ഇഡ്ലി, ഓട്സ് പോലുള്ള നമ്മുടെ കാർബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടമ്മമാരും നമ്മൾ ബിസി ഉള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് സൗകര്യം നമ്മൾ കാർബ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. അത് കൺസിസ്റ്റൻസി കിട്ടില്ല. നമ്മൾ വെറും കാർബ്സ് ഒഴിവാക്കി പ്രോട്ടീൻ, വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ നമ്മുടെ ജേണി മുന്നോട്ട് പോയി സക്സസ് ആവുകയും ചെയ്യും. കൂടാതെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ ആ പോർഷൻ നമ്മൾ എന്തെടുക്കുമ്പോൾ അതിൻ്റെ പോർഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അതിനൊപ്പം പ്രോട്ടീനും ഫൈബറും, അതായത് പ്രോട്ടീൻസും വെജിറ്റബിൾസും ഒക്കെ നിറയെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ഓരോന്നായി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റൂട്ടീന് സ്യൂട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സ്കെയിലിൽ വരുന്ന നമ്പർ മാത്രം, നമ്മുടെ വെയിറ്റ് മെഷീനിൽ നൽകുന്ന നമ്പർ മാത്രം നോക്കി പ്രോഗ്രസ് തീരുമാനിക്കേണ്ട കേട്ടോ. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എത്ര കൺസിസ്റ്റന്റ് ആണ്, എനർജി എങ്ങനെയാണ്, പോർഷൻ കൺട്രോൾ എങ്ങനെ പോകുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം സസ്റ്റൈനബിൾ ആണ്, ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ 7 ഡേ ബ്രേക്ക്ഫാസ്റ്റ് ജേണി ഒന്ന് ഒരുമിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കണം, എന്ത് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. വെയിറ്റ് ലോസ് നോക്കുമ്പോൾ പിന്നെ ഈ കൺഫ്യൂഷൻ കുറച്ചുകൂടി കൂടും. റൈസ് കഴിക്കാമോ, ദോശ കഴിക്കാമോ, ദോശ കഴിച്ചാൽ വെയിറ്റ് കൂടുമോ, ഓട്സ് മാത്രം കഴിച്ചാൽ മതിയോ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ വെയിറ്റ് വേഗം കുറയുമോ, ഇങ്ങനെ ഒട്ടനവധി നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റി ഫാൻസി ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ കുറച്ച് സ്മാർട്ട് ചേഞ്ചസ് വരുത്തിയാൽ മതി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് ട്രൈ ചെയ്ത 7 സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് കാണിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്തതും എന്നിൽ 2 കിലോൻ്റെ അറൗണ്ട് 2 കിലോ kg അടുത്ത് മാറ്റം വന്നതുമാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. കാർബ്സ് നമ്മുടെ ഇനിമി അല്ല കേട്ടോ. റൈസ്, ദോശ, ഇഡ്ലി, ഓട്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. പ്രശ്നം പലപ്പോഴും നമ്മൾ കാർബ്സ് കഴിക്കുന്നതിലല്ല, എത്ര കഴിക്കുന്നു, അതിനൊപ്പം എന്താണ് കഴിക്കുന്നത്, ദിവസം മുഴുവൻ എങ്ങനെയാണ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത്, അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. ഉദാഹരണത്തിന് രാവിലെ ദോശ കഴിക്കുകയാണെങ്കിൽ ദോശ മാത്രം കഴിച്ച് തീർക്കുന്നതിന് പകരം നമ്മൾ അതിനോടൊപ്പം എഗ്ഗ്, സാമ്പാർ അല്ലെങ്കിൽ മറ്റൊരു പ്രോട്ടീൻ സോസ് ഒക്കെ ആഡ് ചെയ്യാം. ഇഡ്ലി ആണെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ പ്രോട്ടീൻ സൈഡ് ഡിഷ് കൂടെ എടുക്കാം. ഓട്സ് കഴിക്കുമ്പോൾ ഓട്സ് മാത്രം കഴിക്കുന്നതിന് പകരം കുറച്ച് പ്രോട്ടീൻ, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് പോലുള്ള ഫുഡ്സ് കൂടി ചേർത്താൽ മീൻ കൂടുതൽ ബാലൻസ്ഡ് ആവും. ഇവിടെ ഒരു ചെറിയ സീക്രട്ട് കൂടി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും വിശക്കാണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്ത ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ വളരെ കുറവായിരിക്കും. പ്രോട്ടീനും ഫൈബറും ഉള്ള ഫുഡ്സ് മീൽ കൂടുതൽ ഫീലിംഗ് ആക്കാൻ നമുക്ക് സഹായിക്കും. കൂടുതൽ നേരം വിശപ്പില്ലാതെ ഇരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് വെയിറ്റ് ലോസ് നോക്കുമ്പോൾ എത്ര കുറച്ച് കഴിക്കാം എന്നതിനേക്കാൾ എങ്ങനെ നമ്മൾ കൂടുതലായി ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനാണ് ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നോക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കിയിട്ട് ഇടയ്ക്കിടെ ബിസ്ക്കറ്റ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കിയിട്ട് ഇടയ്ക്കിടെ ബിസ്ക്കറ്റും ചിപ്സും സീഡും ഷുഗർ ഡ്രിങ്ക്സോ കഴിച്ചിട്ട് നമുക്ക് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് നോക്കാം. ടീ അല്ലെങ്കിൽ കോഫി, ഇതിൽ ഏതെങ്കിലും ഷുഗർ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഷുഗർ ഡ്രിങ്ക്സ് പതിവാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാം. കൂടാതെ നമ്മൾ വെറുതെ വിശന്നപ്പോൾ ഓരോ തവണ ബിസ്ക്കറ്റ് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്രൂട്ട്സോ, കേട് അല്ലെങ്കിൽ നട്ട്സ് പോലുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. പിന്നെ കൂടെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് കുക്ക് ചെയ്യുമ്പോൾ ഓയിൽ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടില്ല. പക്ഷേ അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണയില്ലേ, എണ്ണയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, നമ്മൾ എടുക്കുന്ന അളവ് കുറയ്ക്കുക. ഇനി നമ്മൾ റൈസിൻ്റെ കാര്യത്തിൽ വരാം. വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റൈസ് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഫുഡ് തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ പോർഷൻ കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കാം. റൈസ് അല്ലെങ്കിൽ ദോശ പോലുള്ള കാർബോഹൈഡ്രേറ്റിനൊപ്പം നമ്മൾ പ്രോട്ടീൻ, വെജിറ്റബിൾസ്, ഫൈബർ, അതായത് നമ്മുടെ പച്ചക്കറികൾ കൂട്ടാനുള്ള കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തായാലും അതൊക്കെ എണ്ണ കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫുഡ് ബാലൻസ് ആവും. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിൽ തന്നെ നമ്മൾ സന്തോഷത്തോടെ തുടരാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുക. അതാണ് ലോങ് ടൈം വെയിറ്റ് മാനേജ്മെന്റിന് കൂടുതൽ പ്രാക്ടിക്കലായ വഴി. അപ്പോൾ ഇനി ഈ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടാതെ തന്നെ പറയേണ്ട ഒന്നാണ്, PCOS പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വളരെ ഫോളോ ചെയ്യാൻ കംഫർട്ടായ ഒരു ഇതാണ്. നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നമ്മുടെ ലേഡീസിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ചെയ്യുന്ന ഫുഡിനെ നമ്മുടെ ഇതുപോലെ ബാലൻസ്ഡ് ആയി പോകുമ്പോൾ നമ്മുടെ കുറേ ഇഷ്യൂസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു 30% നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഫുഡിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ന്യൂട്രിയോളജി എന്ന ചാനൽ ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.